ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വാർത്തകളിലെല്ലാം കേൾക്കുന്നതാണ് പാമ്പ് കടിയായിട്ടുള്ള മരണം. പാമ്പ് കടിച്ചു മരിച്ചു, പാമ്പ് ഉറക്കത്തിൽ എന്താ പറയുക, പെരക്കകത്ത് കയറിയിട്ട് പാമ്പ് കടിച്ച്, പുറത്തിറങ്ങിയ പാമ്പ് കടിച്ചു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിന് പ്രധാന കാരണം എന്നാന്ന് വെച്ചാൽ, അണലി, ഈ പിന്നെ ഈ വളവളപ്പൻ എന്നൊക്കെ നമ്മൾ പറയണ പാമ്പില്ലേ, വെള്ളിക്കെട്ടൻ, വളവളപ്പൻ എന്നാണ് അവിടെയൊക്കെ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. അതായത് കറുത്ത ശരീരത്തിൽ വെളുത്ത വരയായിട്ടുള്ള പാമ്പ്. പിന്നെ അണലി, മൂർഖൻ. ഇത് മെയ് ജൂൺ മാസങ്ങളിലാണ് അണലി പ്രസവിക്കുകയും വെള്ളിക്കെട്ടൻ വിരിയുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇവർ വിരിഞ്ഞ് വരുമ്പോൾ 50-60 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ അവരൊക്കെ 4 വഴിക്കും, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ല, ഇച്ചിരി ഒരു 1/2 കിലോമീറ്ററൊക്കെ മാറിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടായേക്കുന്നത്. അത് ഈ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം ഒരു സ്ഥലമില്ല, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വന്ന് കിടക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വിലർത്തി നമ്മുടെ വാഴയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വാഴയുടെ ചുവട്ടിൽ ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മൾ വകഞ്ഞിട്ടിട്ട് ചൂടുകാലം ആയതുകൊണ്ട് നമ്മൾ പൊതയിടുമല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. പിന്നെ നമ്മുടെ ചെടികൾ മുമ്പ് ദിവസം അവിടെയൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. അപ്പോൾ നമ്മുടെ ചൂടിൻ്റെ ശക്തി അറിഞ്ഞാൽ മിക്ക ദിവസവും ജനലെല്ലാം തുറന്നിട്ടിട്ടാണ് കിടക്കായിരുന്നു. ഈ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എത്ര ചൂടാന്ന് പറഞ്ഞാലും വേണ്ടില്ല ജനലെല്ലാം അടച്ചിടും, കാരണം പേടിയായി. അപ്പോൾ ജനലിലൂടെ കയറി വരാം. പിന്നെ മരങ്ങളൊക്കെ നമ്മുടെ വീടിനോട് വാർക്കയോട് ചേർന്നിരിപ്പുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ പെരക്കകത്തേക്ക് വാർക്കയുടെ മുകളിലേക്കൊക്കെ വരാം. അപ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചവറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, എന്തായാലും മണ്ണെണ്ണ ഒഴിച്ചാൽ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാൽ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലൊക്കെ ഈ പാമ്പുകൾ വരത്തില്ല എന്നുള്ളത്. അത് വെറുതെ ആണ് കേട്ടോ. പാമ്പുകൾക്ക് ശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് മൂക്ക് ഉപയോഗിക്കുക. അവർക്ക് ഇങ്ങനെ മണം പിടിക്കാനുള്ള ഇതില്ല, അവർക്കൊന്നിൻ്റെയും മണമില്ല. അപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അത് ഇന്നിപ്പോൾ രാവിലെ ഒഴിച്ചിട്ട് പിറ്റേന്ന് ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഗ്യാസൊക്കെ പോവും, അതിൻ്റെ മണവും പോവും. മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എന്തിട്ടാലും എന്നാലും അതിൻ്റെ ഗന്ധം അറിഞ്ഞിട്ട് വരാതിരിക്കും. പിന്നെ പാമ്പിൻ്റെ മേത്തേക്കൊക്കെ മണ്ണെണ്ണ വെച്ചത് പിരാക്കാണ്, ഒരിക്കലും ഒഴിക്കരുത്. അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യരുത്. പാമ്പിൻ്റെ മേത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോയിട്ട് അത് മരിക്കും. അത് കാര്യം പാമ്പ് നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ല പാമ്പുകൾ നമ്മളെ ആരെയും എന്താ പറയുക കടിക്കണം, ആ മനുഷ്യനെ കടിക്കണം എന്ന് വിചാരിച്ച് വരുന്നതല്ല. അതിന് വേദനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ രാത്രി കിടക്കുമ്പോൾ അത് ഇഴഞ്ഞു പോകുന്നതാണ്. പക്ഷെ അത് നമ്മളങ്ങ് തിരിയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് അതെന്തോ ഭക്ഷണമായിരിക്കും അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ വന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് നമ്മളെ കടിക്കണത്. അതിൻ്റെ കടി ഈ കടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ വെപ്രാളപ്പെട്ട് ഓടാതെയോ ടെൻഷൻ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിർണായകമായ 1 മണിക്കൂർ നമ്മുടെ മുന്നിലുണ്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ ആൻറ്റിവെനം കിട്ടും. അവിടെ പോയി അതിന് എന്താ പറയുക മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാവുന്നതാണ്. അത് പല ആളുകളും ഈ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞ പാമ്പ് കുഞ്ഞി തലയാണ്, അത് കടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അറിയില്ല. അതായത് അത്ര വലിയ ഫീലിങ്സ് ഇല്ല, ചെറിയൊരു ഇതുണ്ടാവുള്ളൂ. പക്ഷെ അണലിയൊക്കെ കടിച്ചാൽ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും വിഷമമൊക്കെ അപ്പം തന്നെ വരും. വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്ക് ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെ തൊണ്ടയ്ക്ക് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുക, തല കറങ്ങുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. ഈ അണലി മൂർഖനെ കടിച്ച് നമുക്ക് 3-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ വെള്ളിക്കെട്ടൻ്റെ ചെറിയ പല്ലും ചെറിയ തലയും അതിൻ്റെ. അപ്പോൾ അത് കടിച്ചാൽ അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും കടിച്ചു എന്ന് ചിലപ്പോൾ ചുള്ളനായിരിക്കും കടിച്ചങ്ങനെ, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എവിടെയോ കടിച്ചു, അവിടെ വേദന എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സകൾ ഇതാക്കാതെ വ്യാജ ചികിത്സകൾ ചെന്ന് പെടാതെ നേരെ തന്നെ നമുക്ക് എവിടെയാണോ നമുക്ക് വിഷചികിത്സ ലഭിക്കുന്ന ഇടം അവിടെ നേരിട്ട് പോവുക. ഇപ്പോൾ നമ്മൾ പൂച്ചകളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്കി പൂച്ചകളെ വളർത്തുന്ന ഉപകാരമാണ്. കാരണം ഇതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നരയ്ക്ക് ശബ്ദം ഉണ്ടാക്കും, നമുക്ക് കോഴികളാണെങ്കിലും ശബ്ദം ഉണ്ടാക്കും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പൂച്ചകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുങ്ങളെ പിടിച്ചിട്ട് കടിച്ച് പകുതി ജീവനൊക്കെ ആക്കിയിട്ട് ഇടും. ഇതറിയാതെ നമ്മൾ ചിലപ്പോൾ സ്റ്റെപ്പിലൊക്കെ ഇറങ്ങി ചവിട്ടുമ്പോൾ സ്റ്റെപ്പിലൊക്കെ കൊണ്ടിടുമല്ലോ. അവർ സ്റ്റെപ്പിലൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ ആ വേദനയിൽ കിടക്കുന്ന പാമ്പ് നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള വിഷമായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറും. കാരണം അവർക്ക് അത്ര ദേഷ്യവും വേദനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ
അപ്പം പൂച്ചകളെയൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൂച്ചകളൊന്നും ചെയ്യാൻ പറ്റില്ല, അകത്തേക്ക് പൂച്ചകളെ കയറ്റാതിരിക്കാൻ നോക്കുക പരമാവധി. നമ്മൾ പുറത്ത് വളർത്തിയാൽ തന്നെ നമ്മൾ രാത്രിയോ വെളുപ്പിനെയോ ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല വെളിച്ചമായിട്ടും ഒക്കെ പുറത്തിറങ്ങാൻ നോക്കുക. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ സമയത്ത് ആണ് അവർ കൂടുതലും മുട്ടയിട്ട് വരുന്നത്. പിന്നെ വെള്ളിക്കട്ടൻ എന്ന് പറഞ്ഞ പാമ്പ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് രാത്രിയാണ്. അവർ ഈ രാത്രി വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെയും ഷൂസിൻ്റെയും ഈ നമ്മുടെ മഴക്കോട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ ശരിക്കും ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടൊക്കെ ഇടുക. വളരെ ചെറിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ തീരെ കുഞ്ഞായിരിക്കാം, പക്ഷെ അത് നല്ല വിഷമുണ്ടാണ്. എല്ലിയുടെ കുഞ്ഞിനൊക്കെ തീരെ ചെറുതാണെങ്കിലും നല്ല വിഷമുണ്ട്. ഇതൊക്കെ ഞാൻ സ്വന്തം എൻ്റെ ഭാവനയിൽ തിരഞ്ഞെടുത്ത് പറഞ്ഞതൊന്നുമല്ല, ഞാൻ വാർത്തകളിൽ കണ്ടതൊക്കെ ഞാൻ കൂട്ടിയെടുത്തിട്ട് പറഞ്ഞു. നമ്മൾ കാണാത്ത ആളുകളും ഇതൊന്നും അറിയാൻ പാടാത്ത ആളുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാലും ആരെങ്കിലേക്കും ഈ അറിവ് എത്തുകയാണെങ്കിൽ അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ആ കുട്ടികൾ കഴിഞ്ഞ ദിവസം വെള്ളിക്കട്ടൻ്റെ കാടിയായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി എന്നെ എന്തോ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവരത് അത്ര ഒരു മുഖവിലക്ക് എടുത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്വയം തോന്നുവാണ് നമുക്ക് എന്തോ കടിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിയാൽ നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അതിന് ടെൻഷൻ അടിക്കാനോ ഓടാനോ, പിന്നെ ആ മുറിവിലെ ആളുകൾ വേറൊരു മുറിവുണ്ടാക്കി ഞെക്കിക്കളയുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യരുത്. കടിയേറ്റ ഭാഗം അനക്കാതെ വെക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ തണുപ്പുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ അടുക്കളയുടെ ഉള്ളിലൊക്കെ ഈ ഗ്യാസ് കുറ്റിയുടെ ഇടയ്ക്കും ഒക്കെ കാണും. വാഷിംഗ് മെഷീൻ്റെ അടിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാവും. അതുപോലെ നമ്മൾ അറിയേണ്ട കാര്യം, ഇത് കടി ഏറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നിർണായകമാണ്. ഫസ്റ്റിലത്തെ 1 മണിക്കൂറിൽ നമ്മൾ താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിൽ പോയി ആൻറ്റിവനം എടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും. അത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൂടെ ഒരു പാമ്പ് എഴഞ്ഞു പോകണ വേറൊരു വ്യക്തി കണ്ടാൽ നമ്മൾ സ്വന്തം അറിഞ്ഞു പാമ്പ് എഴഞ്ഞു പോകണ്ടെന്ന് അറിഞ്ഞാൽ അനങ്ങാതെ കിടന്നോളുക. അത് നമ്മളെ കടിക്കില്ല. അത് നടന്നങ്ങോട്ട് പൊക്കോളും. നമ്മൾ അനങ്ങോ നമ്മൾ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് എന്തോ ഉപദ്രവിക്കാൻ വന്നതാണെന്നുള്ള അതിൻ്റെ നാക്ക് പുറത്തേക്കിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് അതിന് അറിയാൻ വേണ്ടിയാണ്. അതിന് ഉപദ്രവിക്കാൻ വരുന്ന എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീവി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുന്നത് അതിലൂടെ കിട്ടുന്ന തരംഗങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാമ്പ് കടി ഏറ്റുമെന്ന് എവിടെ കേട്ടാലും അയാളെ ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ ആ മുറിവ് ഒരുപാട് അനക്കാതെ പിടിച്ച് കെട്ടിയിരുന്നാലൊന്നും ഒരു കാര്യമില്ല. ആ വ്യക്തിനെ കാലിൻ്റെ മുറിവിൻ്റെ മുകളിൽ കെട്ടിയൊക്കെ ഇടില്ല, അതൊന്നും ഒരു കാര്യമില്ല. ബ്ലഡിൻ്റെ ഉള്ളിലൂടെയാണ് ഈ വിഷാംശം ഉള്ളിൽ പോണത്. അതുകൊണ്ട് പുറമെ നമ്മൾ കെട്ടിവെച്ചാലും ഉള്ളിലൂടെ ഞരമ്പിലൂടെ ബ്ലഡ് എന്തായാലും പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വച്ചുകൊണ്ടിരിക്കരുത്. വേറെ നമ്മുടെ വീട്ടിലെ നാട്ടുവൈദ്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കാതെ നേരെ താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ കൊണ്ടു ചെല്ലണം. അവർക്ക് വേണ്ട ആൻറ്റിവനം കൊടുത്ത് അവരെ രക്ഷിക്കണം. അത് മക്കളായാലും വയസ്സായത് ആരാണെങ്കിലും നമ്മൾ അത് അത്രയും കരുതലോടെ ഇടാം. ഫസ്റ്റിലത്തെ 1 മണിക്കൂർ അത്ര നിർണായകമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ എനിക്കിത് പറയാം. കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മഴ സമയത്താണെന്ന് തോന്നുന്നു ഒരു മൂർഖൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ പൂച്ച കടിച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോഴി ഒരു കുഞ്ഞി പാമ്പിനെ കൊത്തി വിഴുങ്ങണ കണ്ടു. അതൊക്കെ ഞാൻ ഇവിടെ പറയും, നമ്മൾ കോഴികൾ കൊത്തി വിഴുങ്ങുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കോഴികൾ. ഒരാൾ കൊത്തിക്കൊണ്ട് ഓർമ്മ അടുത്ത ആൾ പുറകെ എത്തണം. അപ്പോഴൊക്കെ ഈ കോഴികൾ തിരയുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഇതുങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. കാരണം നമ്മുടെ പരിസരത്ത് വാഴ ഉണ്ടാവും, കപ്പ, ചേമ്പ്, ചേന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ എലികളുടെ മെയിനായിട്ടും എലികളെ നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീട്ടിനുള്ളിലോ പരിസരത്തോ വളരാൻ അനുവദിക്കാതിരിക്കുക. എലികളുടെ പുറകെയാണ് കൂടുതലും വിഷപ്പാമ്പുകൾ വീടിൻ്റെ ഉള്ളിൽ കയറുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കണു. എൻ്റെ ചെറിയ അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. എല്ലാവർക്കും ടാറ്റ, അസ്സലാമു അലൈക്കും. ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.